ബിജെപിയെ സംബന്ധിച്ച് ഭരണസിരാ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷനാണ് അവർ ഇത്തവണ പിടിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 2 സ്വതന്ത്രന്മാരുണ്ട്. അവർ ഒപ്പം നിൽക്കുമെന്നാണ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറയുന്നത്. സ്വതന്ത്രർ ജയിപ്പിച്ച ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണ്. അവരുടെ ധാർമ്മിക പിന്തുണ ബിജെപി പ്രതീക്ഷിക്കുന്നതായും എസ് സുരേഷ് മാതൃഭൂമി ന്യൂസിനോട്. ബിജെപി തിരുവനന്തപുരത്ത് നേടിയത് ചരിത്ര വിജയമാണ്. CPM-കാർക്കിടയിലും BJP-കാർക്കിടയിലൊക്കെ ഉള്ളൊരു തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനമാണ് BJPക്ക് ഐശ്വര്യമായത്. എങ്ങനെ അതിനകത്തൊരു വസ്തുതയുണ്ടോ? പ്രശാന്ത് നേരത്തെ ഇതേപോലെ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സാണ്. അതിൽ ചിലപ്പോൾ ആര്യ രാജേന്ദ്രൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം, കെ മുരളീധരൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം, പിണറായി വിജയൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം. BJPക്ക് മാത്രമേ തിരുവനന്തപുരം വികസിപ്പിക്കാൻ സാധിക്കൂ എന്ന തിരുവനന്തപുരത്തിൻ്റെ ബോധ്യമാണ് BJPയുടെ വിജയമായിട്ട് മാറിയിരിക്കുന്നത്. ആരായിരിക്കും മേയർ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു പാർട്ടി തീരുമാനിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേയർ സ്ഥാനാർത്ഥിയാകാൻ പ്രാപ്തരായിട്ടുള്ള അങ്ങനെ ഒരു വലിയ നിര നേതൃത്വം തിരുവനന്തപുരത്ത് ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് നേതൃക്ഷാമമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഞങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാകാവുന്ന അതിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ട് അപ്പോൾ ആ ഉചിതമായ സമയത്ത് ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ R. ശ്രീലേഖ IPS ആദ്യമായി മത്സരിക്കുന്നു, ആദ്യമായി പാർലമെൻറ്റ് രംഗത്ത് വരുന്നു. രാഷ്ട്രീയത്തിൽ പരിചയക്കുറവാണ് മറ്റു പല നേതാക്കളെ വെച്ചുകൊണ്ട്. പക്ഷേ R. ശ്രീലേഖയെ മേയറായിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ടാകും. ശ്രീലേഖ അടക്കം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്നാണ്. DGP തലത്തിൽ ഒക്കെ വന്ന ആദ്യത്തെ വനിതാ DGP ആയ ആളാണ്, IPS ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ചവർ BJP ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരെയും ആക്കാൻ BJPക്ക് സാധിക്കും. അത് ആരെ ആക്കണമെന്ന് BJPക്ക് തീരുമാനിക്കാൻ ഒരു 1-2 മണിക്കൂർ മതി. ഇനി തിരുവനന്തപുരം നഗരത്തിൽ അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ഭരണം ജനങ്ങളുടെ സ്വപ്നമാണ്. തിരുവനന്തപുരത്തെ 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ ആർക്കായിരിക്കും? 101 വാർഡുകളുടെയും വികസനത്തിന് വേണ്ടിയുള്ള വോട്ടാണ്. അപ്പോൾ ആ സ്വതന്ത്രർ അവരെ വിജയിപ്പിച്ച ജനതയോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ സ്വതന്ത്രരായിട്ട് പോലും ജയിച്ചത്. പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്വം അവരെ ജയിപ്പിച്ച നാടിനോടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ധാർമ്മിക പിന്തുണ BJPക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരെ സമീപിച്ചിട്ടില്ല? ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോർമലായിട്ടുള്ള ചർച്ചകളോ അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല. സ്വതന്ത്രരെ മാത്രമല്ല, ഞങ്ങൾ CPM-നെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാരെയും കൂടെ കൂട്ടിയോജിപ്പിച്ച് 101 വാർഡുകളടങ്ങുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനമാണ് BJPയുടെ സ്വപ്നം. അതിൽ 20-19 കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുണ്ട്, CPM-ൻ്റെ കൗൺസിലർമാരുണ്ട്. അവരുടെയും നാട് വികസിക്കണം. വികസിത കേരള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ കൗൺസിലർമാർ BJPക്ക് പിന്തുണ അറിയിക്കാൻ സാധ്യതയുണ്ടോ ആരെങ്കിലുമൊക്കെ, ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ. കാരണം നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നാടിനോട് പ്രതിബദ്ധതയുള്ള എല്ലാവരും ഈ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ തിരുവനന്തപുരത്തെ ഭരണകൂടത്തിനോട് കൂടെ നിൽക്കും. അത് CPM-ഉം കോൺഗ്രസും കൂടെ നിൽക്കും. അപ്പോൾ സ്വതന്ത്രർ സ്വാഭാവികമായിട്ട് നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറ ശ്യാംകുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.